them, man. What? What do you think you're doing? The little girl at the bar. I thought... Do you... Ila. Do you know Ila? Ella? Who's that? I have a friend, but her name's Santi. Hey, just go home, man. I'm sorry, I thought I saw someone else. സിറേഖ് ഡാ അവർ സെർച്ചിങ് നിർത്തി. സംശയിച്ച പോലൊന്നും കണ്ടെത്താനായില്ല. ഒരു പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ വഴിതെറ്റിക്കാൻ മനഃപൂർവ്വം ചെയ്താവുന്ന കൺക്ലൂഡ് ചെയ്തേ. വാട്ട് ഐ മീൻ ടു സേ ഈസ് ഡോണ്ട് ലൂസ് ഹോപ്പ്. Mommy, why does Santi always sleep so much? കോഫി? ഓ വേണ്ട, വീട്ടിലിരുന്നിട്ട് ഒരു സ്വസ്ഥതയില്ല. നാട്ടിൽ നിന്ന് അമ്മച്ചി വന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞിരുന്നു. എന്തു പറ്റി? അമ്മച്ചി നീതും തമ്മിൽ വീണ്ടും പ്രശ്നമായോ? ഏയ് ഇതൊന്നുമല്ല, നമ്മുടെ കാര്യം തന്നെ. ഇവിടെ വന്ന് നിങ്ങളുടെ ഫാമിലിയിൽ സംഭവിച്ച ട്രാജഡിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ഒരേ നിർബന്ധം. ഒന്ന് അത്തറ്റം വരെ പോയി ഉണ്ണിയെ ശേത ഉടനെ കാണണമെന്നും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരണമെന്നൊക്കെ. ഉമ്മ എന്ന് പറയേണ്ടടുത്ത് ഒലക്കാന്ന് പറയുന്ന അമ്മച്ചിയുടെ പ്രകൃതം അറിയാവുന്നതുകൊണ്ട് ഞാനതൊട്ടും പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷേ നിർബന്ധം സഹിക്കാതായപ്പോൾ എനിക്ക് ഇന്നലെ വൈകിട്ട് അമ്മച്ചി അവിടെ കൊണ്ടുപോകേണ്ടി വന്നു. അവിടെ മുതലാണ് എൻ്റെ ഈ സ്വസ്ഥതക്കേട് തുടങ്ങുന്നത്. ഓരോരുത്തർക്കും തമ്പുരാൻ എന്തൊക്കെയാ നിരീച്ച് വച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. എന്നാലും ഇതൊരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി. മക്കള് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ. മോള് നോക്കിക്കോ, ഇത് ചെയ്ത കഴിവറടാ മക്കളെ കോണം പിടിക്കുകയല്ല. തീമഴയായിരിക്കും ദൈവം തമ്പുരാൻ അവരുടെ ദേഹത്ത് വീഴിക്കുക. തീമഴ. ശ്വേത, ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എടുത്ത് കഴിച്ചോണം. ദേ ഉണ്ണി, ഇവിടെ നിർബന്ധിച്ച് കഴിപ്പിച്ചോണം കേട്ടോ. ഡെയ്സി എന്നാ പോകുന്നേ? നാളെയല്ലേ? അല്ല, നാളെ കഴിഞ്ഞ്. ഡെയ്സി നാട്ടിൽ പോവാന്നോ? ഓ, ഒരാഴ്ചത്തേക്ക്. അത് ഞാൻ ഒറ്റയ്ക്ക്. ഒരു ഫാമിലി ഫംഗ്ഷൻ. ആവുന്ന പറഞ്ഞതാ, ഞാൻ ചെല്ലുന്നില്ലെന്ന്. പേരൻസ് സമ്മതിക്കുന്നില്ലെന്നേ. ഈ കൊച്ചേതാടാ സിറിയൊക്കെ? ശ്വേതക്കൊപ്പം വർക്ക് ചെയ്യുന്ന അമ്മച്ചി. ഡെയ്സി ഇവിടെ അടുത്ത താമസം. ആഹാ, ഞാനിവൻ്റെ അമ്മച്ചിയാ. നാട്ടിലെവിടാ? പറഞ്ഞാൽ അമ്മച്ചിയെ അറിയലായിരിക്കും. പെണ്ണുക്കര എന്ന് പറയും, തെക്ക. അയ്യോടി, പെണ്ണുക്കര എന്ന് പറഞ്ഞാൽ ഇത്ര അറിയാതിരിക്കാൻ എന്തുവാ? എൻ്റെ അമ്മ വീട് അവിടെ വച്ചേ, മേക്കറ്റൂര്. കേട്ടിട്ടുണ്ടോ? ഓ, ചെറുപ്പത്തിൽ ഞാൻ എന്തോരം തവണ അവിടെ വന്ന് നിന്നിട്ടുള്ളതാ. അതിരിക്കട്ടെ, കൊച്ചവിടെ എവിടത്തെയാ? എനിക്കവിടെ ഒരുമാതിരിപ്പെട്ട വീടുകളൊക്കെ അറിയാം. എവിടത്തെയാ? അത് കാളിയന്തല എന്നാ വീട്ടുപേര്. കാളിയന്തല എന്ന് പറയുമ്പോ കാളിയന്തല കിഴക്കോ പടിഞ്ഞാറ്റോ? കിഴക്ക്. എന്ന് വെച്ചാ കറുത്തച്ഛൻ ഊട്ടുന്നവര് ഇല്ലയോ? അല്ല, ഞങ്ങളാരും കറുത്തച്ഛനും വെളുത്തച്ഛനും ഒന്നും ഊട്ടാറില്ല. ശ്വേത, ബൈ.
സുരേഖ് ബൈ. അമ്മച്ചി ഒരെണ്ണം അടിക്കുന്നോ? നല്ല ബീഫ് അലത്തിയതുണ്ട്. ദേ സിറിയൊക്കെ, നീ ഇതൊക്കെ നിർത്തി പിള്ളേരെ നീതുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വന്നിരുന്നേ. കണ്ടില്ലേ ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന അനർത്ഥങ്ങൾ? ആ ആ അത് പറഞ്ഞപ്പോഴോ ഓർത്തെ. അമ്മച്ചി ഇന്ന് ഏതാണ്ടും പറഞ്ഞാൽ ഡെയ്സി വെറുപ്പിക്കുന്ന കേട്ടല്ലോ. ഏതോ കറുത്തച്ഛൻ്റെയോ വെളുത്തച്ഛൻ്റെ ഒക്കെ കാര്യം ചോദിച്ച് എന്നതായിരുന്നത്? ഓ അതോ, എടാ അവള് കാളിയന്തല കിഴക്കേലെയാ കറുത്തച്ഛൻ ഊട്ടുന്നവര്. എന്ന് വെച്ച സംഗതി പഴയ കുടുംബക്കാരും ക്രിസ്ത്യാനികളും ഒക്കെ തന്നെയാ. പുറമേന്ന് നോക്കുമ്പോൾ മിശിഹായോടും തിരുസഭയോടും ഒക്കെ വിധേയപ്പെട്ട് ജീവിക്കുന്നവര്. എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പള്ളി വരും, ഒക്കത്തിൽ സംബന്ധിക്കും, പള്ളിക്കും പട്ടക്കാർക്കും വേണ്ടതെല്ലാം വാരിക്കോരി കൊടുക്കുകയും ചെയ്യും. പക്ഷെ പുറത്ത് ആരും അറിയാതെ അവരുടെ കുടുംബങ്ങളിൽ ചില രഹസ്യ ഏർപ്പാടൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. സഭയ്ക്കും പ്രമാണങ്ങൾക്കും നിരക്കാത്ത ചില കർമ്മങ്ങള്, വെച്ചാരാധനകള് ഒക്കെ പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടുള്ളതാന്നേ. കാളിയന്തല കിഴക്ക്, പുത്തൻ ചേർപ്പാട്ട്, കുന്തക്കാലി, ഇങ്ങനെ ചില കുടുംബങ്ങളുണ്ട്. എന്തായാലും ഇവിടുന്നൊന്നും നമ്മുടെ വീടുകളിലോട്ട് പെണ്ണുങ്ങളെ കെട്ടിച്ചോണ്ട് വരാറുമില്ല, അങ്ങോട്ടോട്ട് കെട്ടിച്ചയക്കാറുമില്ല. അമ്മച്ചിയുടെ ഈ പഴംപുരാണത്തിൽ നിന്നാ എൻ്റെ മനസ്സിൽ സംശയങ്ങൾ പൊങ്ങിയതും സ്വസ്ഥതയില്ലാതായതും. അതുകൊണ്ട് അമ്മച്ചി പറഞ്ഞതിൻ്റെ ഓത്തൻറ്റിസിറ്റി എത്രയെന്നറിയാൻ ഞാൻ വെറുതെ നെറ്റിലൊന്നും തപ്പി. അങ്ങനെ ഡീറ്റെയിൽ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയില്ലെങ്കിലും ചില സൂചനകൾ അവിടെ ഇവിടെ കണ്ടു. തേവലക്കരയും ഉദയംപേരൂരും കുന്നംകുളത്തൊക്കെയായി ചെതറിക്കിടക്കുന്ന 10-40 കുടുംബക്കാരെ കുറിച്ചാണ് ഈ ആക്ഷേപം. പരസ്യമായി ദൈവജനമെന്ന് സ്വയം പറഞ്ഞ് നടക്കുമ്പോഴും കള്ളും പെണ്ണും പൊന്നും വെച്ച് രഹസ്യമായി ഏതോ ഇരുണ്ട ശക്തിക്ക് വിരുന്നൊരുക്കാറുണ്ട് ഇവർ. ആ ചടങ്ങിന് ഇവർക്കിടയിൽ തന്നെ പറയുന്ന പേരാണ് കറുത്തച്ഛനൂട്ട്. എൻ്റെ ചിന്ത പോയത് വേറൊരു വഴിക്കാണ്. അമ്മച്ചി പറഞ്ഞതും കഴിഞ്ഞ ദിവസം നീ പബ്ബിൽ കണ്ട കാഴ്ചയും CPRCയിൽ വെച്ച് ജെയ്സൺ പറഞ്ഞതൊക്കെ ചേർത്ത് വായിച്ചാൽ ഇളയിലേക്കുള്ള ലിങ്കാണോ ഈ ഡെയ്സി എന്നൊരു സംശയം. അങ്ങനെ സംശയിക്കാൻ എനിക്ക് സോളിഡ് ആയിട്ടുള്ള മറ്റൊരു റീസൺ കൂടിയുണ്ട്. ഇള കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുൻപ് പള്ളിമുറ്റത്ത് വെച്ച് നടന്നൊരു സംഭവം. അറ്റ് ഗാർഡൻ സെന്റർ നായിക്കൂടെ ഡെയ്സി ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന ടെക്സ്റ്റിന്റെ പൂർണ്ണ രൂപം എന്ന് വെച്ചാൽ പള്ളിയിൽ നിന്നും നേരെ ഉണ്ണിയും മറ്റും പോയ ഹൈപ്പർ മാർക്കറ്റ്. സംഭവം നടന്ന സ്ഥലം അല്ല. ഇതൊക്കെ എൻ്റെ വെറും സംശയങ്ങൾ മാത്രമാണ് കേട്ടോ. അങ്ങനൊരു സംശയമുണ്ടേ നമുക്കത് തീർക്കണ്ടേ സിറിയാക്ക്? വേണം. പക്ഷെ എങ്ങനെ? അവളാണെ നാളെ നാട്ടിൽ പോകാനിരിക്കുക. ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ തമ്മിൽ ഈഗോയും മറ്റു പിണക്കങ്ങളും സാധാരണ. പക്ഷെ ഞാനും ശ്വേതയും തമ്മിൽ ഒരിക്കൽ പോലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അവൾ എനിക്കെന്റെ സ്വന്തം അനിയത്തെ പോലെയായിരുന്നു. ക്വാളിഫിക്കേഷൻസിലും അക്കാഡമിക് ബ്രില്യൻസിലും ഞാൻ ശ്വേതയുടെ അടുത്തൊന്നുമല്ലായിരുന്നു. പക്ഷേ അച്ചീവ്മെന്റ്സിന്റെ കാര്യം വരുമ്പോൾ നേരെ മറിച്ചാവും എപ്പോഴും സംഭവിക്കുക. And as we close in on our last few sessions of this semester, it's time to announce our scholarship stipend awardee for the next two. Based on the overall performance of the current academic year, once again, ladies, it's Miss Daisy Philip Kuravila. Thank you. Congrats, Daisy. Thank you. Daisy, congrats. Thanks. Congrats. ശ്വേത, എനിക്കറിയാം പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും നീയാ ഇത് ഡിസേർവ് ചെയ്യുന്നത്. പക്ഷേ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഡെയ്സി. ബട്ട് ടു ബി ഓണസ്റ്റ്, ഈ സ്റ്റൈപ്പനെ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഉണ്ണിയുടെ ജോലി പോയിരിക്കുക അറിയാലോ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്കിതൊരു വലിയ റിലീഫാവുമായിരുന്നു. ശരിക്കും നീ ഭാഗ്യവതിയാ ഡെയ്സി. നീ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുന്നുണ്ട്. ശ്വേത, നിനക്ക് വേണോ ആ ഭാഗ്യം?
എന്താ? അത് കിട്ടിയാൽ പിന്നെ നിനക്കും നേട്ടങ്ങളെ ഉണ്ടാവും. നീ ആഗ്രഹിക്കുന്ന ഒക്കെ നടക്കും. വേണോ? നീ എന്തൊക്കെയാ ഡേസി പറയുന്നത്? പുറത്താരോടും പറയില്ലെന്ന് നീ എന്നോട് പ്രോമിസ് ചെയ്ത് ഞാൻ നിന്നൊരിടം വരെ കൊണ്ടുപോകാം. Come. ഡേസി, നമുക്ക് തിരിച്ചു പോവാം. എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. നീ എന്തിനാ പേടിക്കുന്നത്? ഇത് നമ്മൾ സാധാരണ ചേർച്ചിൽ പോകുന്ന പോലെ ഉള്ളൂ. വാ. Come. We have to change. Now you look like one of us. In the name of Satan, the ruler of the earth, the king of the world, we command the forces of darkness to bestow their infernal power upon us. Grant us the indulgences of which we speak. By all the gods of the pit, we command that these things of which we speak shall come to pass. Open wide the gates of hell and come forth from the abyss to greet us as your siblings and friends. എന്തോന്നാ ഡേസി ഇതൊക്കെ? കഷ്ടം. വെറുതെ കളിയാക്കാൻ നിൽക്കാതെ വേണ്ടത് എന്താന്ന് വെച്ചാൽ ചോദിക്കും. യാചിക്കുകയോ അപേക്ഷിക്കുകയോ അല്ല. Ask him and he will give it to you. Come forth and answer to your names by manifesting our desires. Now pray to him and ask him for your needs. പ്രൊഫസർ എഡ്വേർഡ് അല്ലേ അത്? He is a high priest. അങ്ങനെ സൊസൈറ്റിയുടെ ഹൈ പ്രൊഫൈലുള്ള ആളുകൾ ഇവിടെ വന്നിരിക്കുന്ന മിക്കവരും. അത് പക്ഷെ പുറത്താരും അറിയില്ലെന്നേ ഉള്ളൂ. അപ്പം നീ പറയുന്നത് ഇവിടെ വെച്ച് എന്ത് ചോദിച്ചാലും അത് കിട്ടും അല്ലേ? ഡെഫിനറ്റ്ലി. എങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ വേണം. ഞാൻ നൊന്ത് പ്രസവിക്കുന്ന എൻ്റെ കുഞ്ഞിനെ. ചോദിക്ക്. യു വിൽ ഗെറ്റ് ഇറ്റ്. ഒരിക്കലും പോസിബിൾ ആകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ഞങ്ങളുടെ വിശ്വാസങ്ങളെ പൊളിക്കാനുള്ള താല്പര്യം കൊണ്ടും ശ്വേത അന്നത് ചോദിച്ചു. എന്നാൽ അവിടുന്ന് തിരിച്ചുള്ള യാത്രയിൽ അവളെന്നോട് വല്ലാതെ ചൂടായി. ഇത്തരം കിറുക്കുകൾക്ക് ഇനി മേലിൽ വിളിച്ചേക്കരുതെന്ന് ഒരു വാർണിംഗും തന്നു. ഞാൻ പിന്നെയും മുടങ്ങാതെ വർഷിപ്പിന് പോകുമായിരുന്നു.
പക്ഷെ പ്രൊഫസർ എഡ്വേർഡ് പലവട്ടം നിർബന്ധിച്ചിട്ട് പോലും ഒരിക്കൽ കൂടെ ശ്വേതയെ വിളിക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ പിന്നെ 4-5 മാസങ്ങൾ കൂടെ കഴിഞ്ഞാണ് എന്നെപ്പോലെ ഞെട്ടിച്ചുകൊണ്ട് ശ്വേത യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ വെച്ച് അൺകോൺഷ്യസ് ആവുന്നതും പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതും ഒക്കെ. അത് ശരിക്കും എനിക്കൊരു പിടിവള്ളിയായിരുന്നു. കിട്ടിയ ഗിഫ്റ്റിന് നേരിട്ട് ചെന്ന് നന്ദി അറിയിക്കണമെന്നും അല്ലെങ്കിൽ അത് വലിയ കുഴപ്പമാവെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ നിർബന്ധിച്ച് വീണ്ടും അവിടെ കൊണ്ടുപോയി. വിവരം അറിഞ്ഞ് പ്രൊഫസർ എഡ്വേർഡ് ശ്വേതയ്ക്ക് മുന്നിൽ വെച്ചത് ഒരു സ്ട്രേഞ്ച് കണ്ടീഷനാണ്. പിറന്നാളുടൻ കുഞ്ഞിനെ അവർക്ക് സമർപ്പിക്കണമെന്നും അവരുടെ രീതികൾക്കനുസരിച്ച് അതിനെ ബാപ്റ്റൈസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ശ്വേതയ്ക്ക് അത് ഉൾക്കൊള്ളാനായില്ല. അതൊന്നും പറ്റില്ല എന്ന് അവൾ തീർത്തു പറഞ്ഞു. ധിക്കരിച്ചാൽ ശിക്ഷ അതികഠിനമായിരിക്കുമെന്നും മറ്റും പറഞ്ഞ് അയാൾ അവളെ ത്രെറ്റൻ ചെയ്തു. കാര്യങ്ങൾ വഷളാവെന്ന് കണ്ട് ഞാൻ പ്രൊഫസറോട് നേരിട്ട് സംസാരിച്ചു. പക്ഷെ അപ്പോഴും അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും സുഖകരമായിരുന്നില്ല. നീ പോയില്ലേ? ഞാൻ എത്ര തവണ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്തെ? ഡേസി, നീ എന്താ വല്ലാതെ? ഇളക്കെന്താ പറ്റിയേ? എന്തെങ്കിലും ഒന്ന് പറ പ്ലീസ്. സംഭവിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഞാൻ എവിടെ വേണമെങ്കിലും ഒന്നെല്ലാം തുറന്ന് പറയാം. സോറി. അപ്പൊ നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണ്ടേ ശ്വേത? നീ നൊന്ത് പ്രസവിക്കാൻ പോകുന്ന നിന്റെ സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ ഒരു ക്രൈമിൽ ഡയറക്റ്റായോ അല്ലാതെയോ ഇൻവോൾവ് ആയാലും ഇവിടെ കിട്ടാവുന്ന ശിക്ഷ എന്താണെന്ന് നിനക്കറിയും. നീ പ്രഗ്നന്റ് ആണെന്ന കൺസിഡറേഷൻ പോലും ഈ നാട്ടിലെ നിയമം നിനക്ക് തരില്ല ശ്വേത. നിന്റെ ഉണ്ണിയുടെയും കുഞ്ഞ് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ജയിലിലാണോ ജനിച്ചു വീഴേണ്ടത്? പിന്നെ ഇളയുടെ കാര്യം, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പോകാന്നത്ര ദൂരം ഞാൻ പോകും. ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. എന്നിട്ടും അവളെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നുറപ്പിച്ചു, അവൾക്കൊരു നിമിഷം മുമ്പെങ്കിലും ഞാൻ മരിച്ചിട്ടുണ്ടാവും. ഒരിക്കലും ഉപേക്ഷിച്ചു പോയി എന്ന വലിയ തെറ്റ് എന്റെ കുഞ്ഞിനോട് എനിക്ക് ഇങ്ങനെ പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റും?
You know who I am, and you know what this is about. Now drive. I do not recollect having asked you to stop, Edward. You're not going to pull that trigger. I can see that in your face. Two choices. Either you get out of my car, or I leave it with you and walk home. പ്രൊഫസർ അടക്കം 12 പേർ. ഒരുപക്ഷെ ഇതാവും ഡേസി പറഞ്ഞ 12 വർഷിപ്പ് സെന്റേഴ്സിലെ പ്രീസ്. ഇയാളെ അന്ന് ഞാൻ ആ പബ്ബിൽ വെച്ച് കണ്ടത്. It's not like him to miss a prayer meeting. Do you want to try calling him? That's what I just did. Says it's switched off. What do we do now? Guess we just leave. Okay. ആരാ? അറിയില്ല. അധികം നേരം പ്രൊഫസറെ നമ്മുടെ കസ്റ്റഡി വെക്കുന്ന അപകടമാണ്. അയാൾ മിസ്സിംഗ് ആണെന്നെങ്ങാനും പുറത്തറിഞ്ഞാൽ ഇളയുടെ ജീവനെ അത് ബാധിക്കുക. അയാളെ വിടുന്നത് അതിലും അപകടമല്ലേ?